പിശാസിന്റെ തണ്ടയുടെ എന്നാ ഇവിടെ പോയി നിൽക്കുന്ന പിന്നെ ടിക്കറ്റ് വിൽക്കാനായിട്ട്? ഇവിടെ കച്ചവടം ഉണ്ട്. ഇവിടെ കച്ചവടം ഇവിടെ ചിലപ്പോ 5 പോകില്ല, ചിലപ്പോ 10 പോകില്ല, അപ്പൊ ഒന്നും പോകില്ല. ഇവിടെ ഒന്നും കച്ചവടം ഇല്ല. എന്നാലും നമ്മുടെ ഇവിടെയുള്ള ആൾക്കാര് നമ്മള് ആര് ചെയ്താലും കുത്തിത്തിരിപ്പാണ് ആൾക്കാർ മേടിക്കാൻ അവരെ നോക്കി. എല്ലാരും ഉണ്ടല്ലോ, വെറുതെ ഇരിക്കുകയാണോ? വെറുതെ അല്ല, ഞങ്ങൾ വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ജോലി തരാൻ വെറുതെ ഇരിക്കുകയാണ്. കാശ് കിട്ടണ ജോലിയാണോ അല്ലെങ്കിൽ പ്രയോജനമുള്ളൊരു ജോലിയാണ്. അല്ല, കാശ് കിട്ടണ ജോലിയാണെന്ന് ചോദിക്കുന്നത് തട്ടിപ്പാണെന്ന്. ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണ്, സർവ്വരോഗ സംഹാരിയാണ്. 1000 രൂപ നിങ്ങൾ കൊടുത്ത് വാങ്ങും. ബ്ലഡ്, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാവരും ഉണ്ട്. ജോലിയും കൊണ്ടുവന്ന ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുവാണ്. ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണ്. അതെ, അതായത് സർവ്വരോഗ സംഹാരിയാണ്. 1000 രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങുക. അതെ, അതായത് കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ, ബ്ലഡ് ശുദ്ധീകരിച്ച് എല്ലാം ചെയ്യുന്ന. അല്ല, ഇതുപോലെ കുറെ കമ്പനികൾ ഇറക്കിയിട്ട് ഒന്നും ഇതായിട്ടില്ല. അനുഭവത്തിലുള്ളതാണ്. സാറ് ഒരാളെ ചേർക്കുക, 1000 രൂപ ആദ്യം സാറ് കൊടുത്ത് സാധനം മേടിക്കുക. എന്നിട്ട് വേറൊരാളെ ചേർക്കുക. സാറിപ്പോ ഒരാളെ ചേർത്ത് അയാൾ 1000 രൂപയുടെ സാധനം മേടിച്ച് കഴിയുമ്പോ സാറിന് അതിന്റെ 2% കിട്ടും. आप हिंदी है ना? हाँ। आप दूसरे एक आदमी का 2000 रुपया का दवा है, बिल्कुल वो खाएगा तो सब ठीक हो जाएगा. ओके ओके. शुगर है, प्रेशर है, ऐसा ऐसा जो बीमार है ना वो ठीक हो जाएगा. सब ठीक हो जाएगा. सब ठीक हो जाएगा. 2000 രൂപയ്ക്ക് സാറ് മേടിക്കും. സാറ് വേറെ ആൾക്ക് കൊടുക്കുക. അപ്പൊ അയാള് ഒരാളെ ചേർക്കുമല്ലോ. അങ്ങനെ ചേർത്താൽ കണ്ണിയായിട്ട് പോകും. അപ്പൊ 2000 രൂപയുടെ സാറിന് 2% അതിന്റെ കമ്മീഷൻ. മണിച്ചേഞ്ച് ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ അല്ല സാറേ, അതല്ല മണിച്ചേഞ്ച് അനുഭവത്തിലുണ്ടോ? ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഒന്നാമത് വോട്ടൊക്കെ മൊത്തം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സംവിധാനം. അപ്പൊ എന്തെങ്കിലും ഒരു സംവിധാനങ്ങളായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് മെച്ചാണെങ്കിൽ നമുക്ക് നോക്കാം. സാറിന് വോട്ടത്തിൽ നടക്കുമോ? आपका साइड में കാശ് കിട്ടണം, അല്ലാതെ ഇതിന്റെ പുറകെ നടന്നിട്ട് എന്താ കാര്യം? വലിയ കോടീശ്വരൻ ആവണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അത്യാവശ്യം കടവില്ലാണ്ട് ജീവിച്ചു പോകണം. ഇതൊരു ഫുഡ് പ്രോഡക്റ്റാണ്. ഫുഡ് എന്ന് വെച്ചാൽ മരുന്ന് പോലെ ഉപയോഗിക്കാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ആർക്കും കഴിയും. അതൊക്കെ കുറഞ്ഞത്. അതുപോലെ ഫുഡിന്റെ കുറെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പൊ. മാഡം ഇപ്പം 2000 രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങിയാലേ മാഡത്തിന് 20% ഡിസ്കൗണ്ടാണ്. അത് 10 മാഡം ഒന്നിച്ചെടുത്തു കഴിഞ്ഞാല് 2000 രൂപ പുറത്ത് കൊടുത്താൽ മതി. ഇത് നല്ല ഫുഡ് പ്രോഡക്റ്റാണ്. നല്ലതാണ്, കാശ് കിട്ടും. മാഡം ആളിനെ ചേർക്കണം. ആളിനെ ചേർക്കുമ്പോൾ മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇങ്ങനെ ഓട്ടോമാറ്റിക് വന്നോണ്ടിരിക്കും. പക്ഷേ ഇത് കച്ചവടം ചെലവുണ്ടാവുമോ? അല്ല, നല്ല സാധനമായി. ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇല്ല. അതെന്താ മാഡം അങ്ങനെ പറയും? മാഡം താങ്കളിപ്പം 2000 രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങിയ മാഡത്തിന് 20% കമ്മീഷൻ ഉണ്ട്. മാഡം വേറെ ആളിനെ ചേർക്കുമ്പോൾ അതും മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് അതിന് ഓട്ടോമാറ്റിക് വന്നുകൊണ്ട് ഇത് സർവ്വരോഗ സംഹാരിയാണ്. ഷുഗർ, കൊളസ്ട്രോൾ. എനിക്ക് ഷുഗറൊക്കെ ഉള്ളതാണ്. അപ്പൊ ഷുഗർ ഒന്ന് ഈ മരുന്ന് കഴിക്കാൻ മതി. 12 വർഷമായിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഗുളിക എടുത്തുകൊണ്ടിരിക്കാണ്. അപ്പൊ ഈ ഗുളിക ഇല്ലാണ്ട് ഈ സാധനം കഴിച്ചാൽ മാറി കിട്ടുമോ? ഇൻസുലിൻ രാവിലെ വൈകിട്ട് 25, 50 ഇൻസുലിൻ എടുക്കുന്ന ലിസി ഹോസ്പിറ്റലിന്റെ അവിടുത്തെ ലിസി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സാറ്. അതിപ്പോ പുള്ളി ഇതാ കഴിക്കുന്നത്. അപ്പൊ ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. എന്തും കഴിക്കാം. ഒരു അക്കൗണ്ടിലൊക്കെ പൈസ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അതെ, എല്ലാരും ചേർന്നോളാം. ഇത് അവസാനം പൊളിഞ്ഞു പോകും. എവിടെ പുളിയാണ് സാർ? അത് അങ്ങനെയുള്ള പൊളിയുന്ന സാധനമൊന്നും അല്ല. ഇതുപോലെ ഓരോന്നും ഇറങ്ങിയിട്ടും ഉറപ്പാണ്. സാറിന്റെ അഡ്രസ് വന്നാലോ? മേടിക്കുന്ന സാറേ, സാറ് 2000 രൂപ വന്നാട്ട്. അതെ, ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അപ്പൊ വേറെന്തൊക്കെയാണ്? പൈസ ഇല്ല. സാറിന്റെ ആധാർ കാർഡ്, പാൻ കാർഡ് അത് വന്നാൽ അത് തന്നാ മതി. പ്രൊഡക്റ്റ് എനിക്ക് എത്തിച്ചു.
ഷുഗർ നോർമലാവും. ആവും സാറേ, ഉറപ്പ്. ഷുഗറും കൊളസ്ട്രോളും സാറിന് ആശുപത്രിയിൽ പോകേണ്ട കാര്യമേ ഇല്ല. ഗ്യാരണ്ടിയാണ്. ഷുഗർ മാറുന്ന ഗ്യാരണ്ടി പറഞ്ഞല്ല, ഇവിടെ ആർക്കെങ്കിലും മാറിയിട്ടുണ്ടോ? ഉണ്ട് സാറേ. ഒരു കാല് മുറിക്കാനായിട്ട് പറഞ്ഞാണ്. അത് ഈ പുള്ളി ഈ മരുന്ന് കഴിച്ചിട്ട് മാറി. അതെ. പിന്നെ 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. 3 ബ്ലോക്ക് ഉണ്ട്. അത് മാറ്റാൻ തിരുവനന്തപുരത്ത് പോകാൻ പറഞ്ഞ പുള്ളിക്ക് ഈ മരുന്ന് 2 പ്രാവശ്യം കഴിച്ചു. 2 ബോട്ടിൽ കഴിച്ചു. കഴിച്ചപ്പോ പുള്ളിയുടെ മാറി. അപ്പൊ പറഞ്ഞു നടക്കും. എന്റെ ദൈവം, ഭയങ്കര അത്ഭുതമുള്ളത്. അതെന്റെ ഗ്യാരണ്ടിയാ സാറേ. ഞാൻ ഗ്യാരണ്ടിയാണ്. ഞാൻ പൈസ തന്നേക്കാം. എനിക്ക് സാധനം തന്നെ. അതിന്റെ ഷുഗർ മാറി കിട്ടണം. അത്രയും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ സാറിനെ പിടിച്ച് ഞാൻ പഞ്ഞിക്കിടും. ഇല്ല സാറേ, അതെന്താ സാറേ? സാറേ എനിക്ക് ഒരെണ്ണം വേണം. എനിക്ക് ഷുഗർ ഉള്ളതാണ്. തരാം മാഡം, ധൈര്യമായിട്ട് കഴിച്ചാട്ട്. കുഴപ്പമില്ല. 2000 രൂപ വന്നു. 2000 രൂപ വന്നു കഴിഞ്ഞാൽ മാഡത്തിന് ഒരു ബോട്ടിൽ വരാം. 2000 രൂപ വേണ്ടേ? അല്ല മാഡം, 1000-ന്റെ ഉണ്ടെന്ന്. 1000-ന്റെ ഉണ്ട്. മാഡം വേറെ ആൾക്കാർക്ക് കൊടുക്കുക. അവര് ആളിനെ ചേർക്കുമ്പോ അതിന്റെ ഒരു പ്രസന്റ്. പെട്ടെന്ന് 2000 എന്ന് പറയുമ്പോ എടുക്കാനില്ല. മാഡം പകുതി എടുത്താൽ മതി. അതെ, ഞാൻ എടുക്കാം. ഞാൻ നേരം കാശ് തരാം. എനിക്ക് അസുഖം മാറിയത്, എനിക്ക് ഗുളിക ഇല്ലാണ്ട് ജീവിക്കണം. വേണ്ട സാറേ, ഇത് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ തരും പൈസ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കാർക്കും വേണ്ടേ? അപ്പൊ പൈസ ഞാൻ എത്ര പെട്ടെന്ന് റെഡി ആക്കി തരാം. മാഡത്തിന്റെ അഡ്രസ് പറഞ്ഞിട്ട്. അപ്പൊ ശരിയാണ്. നിങ്ങളൊരു പണി, നിങ്ങളെ കുറെ കാര്യങ്ങൾ സംസാരിക്കും. ഞാൻ പോട്ടെ. അല്ല, ഇവർക്കാർക്കും വേണ്ടെന്നാ പറയണത്. നിങ്ങ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ കാര്യം മേടിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഷുഗറുണ്ട്, എനിക്ക് ഗുളികയില്ലാണ്ട് ജീവിക്കണം. പറയണെന്താന്നാ, ആരെങ്കിലും മേടിച്ചു കഴിഞ്ഞ് കണ്ടിട്ട് മേടിക്കാന്നാണ് അവരും പറയണത്. ആര് പറയണു? പുറകിലിരിക്കണ അപ്പൊ എനിക്ക് ഷുഗർ മാറണം. അപ്പൊ ഞാൻ എന്തായാലും കാശ് കൊടുത്ത് മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. മാറിയില്ലെങ്കിൽ ഉറപ്പ് പറഞ്ഞേക്കാല്ലേ, കാല് മുറിക്കേണ്ട അവസ്ഥയിൽ വെച്ച് ആൾക്ക് കാല് മുറിക്കാണ്ട് ആള് ഓടി നടക്കണു. 2-3 ബ്ലോക്കുകളാരേക്കണു. പിന്നെ എന്താ കുഴപ്പ? ഇവര് ഗ്യാരണ്ടി അല്ലേ പറയാ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മാറി. സാറേ, ആർക്കാ അസുഖം മാറിയത്? അതെ, എന്റെ ലീഡറുടെ കൊച്ചച്ഛനായിരുന്നു ബ്ലോക്ക്. അപ്പനാണ് കാല് മുറിക്കാൻ കിടന്നത്. അവർ രണ്ടും ആ സുഖമായത്. അല്ല, കള്ളം പറയത്തില്ല. എന്റെ ലീഡർ കള്ളം പറയത്തില്ല. അത് ശരിയാ. ലീഡർ ഇല്ലല്ല, സാറ് വിൽക്കാൻ നിക്കാണ്. ഇല്ല മാഡം, അങ്ങനെ കള്ളം പറയില്ല. അല്ലെന്നേ, അവര് പറഞ്ഞിട്ട് വിൽക്കാൻ നടക്കുകയാണ്. ഇതിപ്പോ ഇവിടെ ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ഇത് വിദേശത്തായിരുന്നു. വിദേശത്തൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇപ്പൊ വിദേശിയാണ് ആള്. ഇത് നമുക്കിവിടെ അനുഭവമുള്ള ആൾക്കാരല്ലേ. ഞാൻ പറഞ്ഞില്ല, 3 ബ്ലോക്ക് ഉണ്ടായിരുന്ന ആള് ഒരു കുഴപ്പമില്ല നടക്കുന്നു. കാല് മുറിക്കാൻ ഭയങ്കര അത്ഭുതല്ലേ. നിങ്ങ മേടിക്കണില്ലേ? നമ്മള് പാവം പിടിച്ച ആൾക്കാർക്ക്. നിങ്ങളൊന്നും മേടിക്കണില്ലേ ഇത്? ഞാനൊന്നും വാങ്ങിക്കാം. ഞാൻ വാങ്ങിക്കാം. കുടുംബശ്രീയിലൊക്കെ പറഞ്ഞിട്ട് ആൾക്കാര് പറയാം. എല്ലാവരും പറയാം. നല്ലതാണ് നിങ്ങൾ പറയുമ്പോഴേ. പറയാം. ഹലോ, മരിച്ചു പോയെന്നോ? നമ്മുടെ വരുന്നോ? ഹലോ, പിടിക്കാം. അല്ലെ, മരുന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഞങ്ങൾക്ക് കൊണ്ടുതന്ന സാധനല്ലേ മരുന്ന്. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ, ഇത് ഉപയോഗിച്ചതിന് ശേഷം വാങ്ങിച്ചാൽ മതി. നല്ലൊരു പരിപാടി ഞങ്ങൾ ചത്തുവാന. ഉപയോഗിച്ചതിന് ശേഷം വാങ്ങിക്കുന്ന പല പ്രാവശ്യം പറഞ്ഞത്. ഞങ്ങൾ ചത്തുവാന. നല്ല പ്രായമുണ്ട് കേട്ടാ. ചേട്ടനൊന്നും ചെയ്യണ്ട. ചേട്ടനൊന്നും ചെയ്യണ്ട. വേണ്ട വേണ്ട, ഈ വഴിക്കാണ്ട് വരുന്നട്ടാ. കൊല്ലാൻ വേണ്ടി വന്നാണ്. 2000 രൂപ എന്റെ പോയല്ലോ. 2000 രൂപയല്ലേ വാങ്ങിച്ചിട്ട് ഇതിന് അനുഭവം ഉണ്ടായിട്ട് നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്നത്. അപ്പൊ നിങ്ങൾ ആരും കണക്കാക്കിയില്ല. ഇത് പറഞ്ഞ് ഉടനെ നിങ്ങൾ പൈസ എടുത്ത് കൊടുക്കണതാണ്, വാങ്ങിക്കാൻ വേണ്ടിയതാണ്. അനുഭവിക്കുമ്പോ ഷുഗറുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. മെയിനായിട്ട് ഈ ഗുളിക കഴിക്കാണ്ട് മാറാണെങ്കിൽ ഭയങ്കര ഭാഗ്യായിട്ടാ. ആ ഫോണ് കറക്റ്റ് സമയത്ത് വന്നാലും നന്നായി. അതിനൊക്കെ അറിയാൻ പറ്റിയ അല്ലെങ്കിൽ നമ്മുടെ കാശ് ചിലപ്പോ നമ്മുടെ കൈ ചത്തുപോകും. മരുന്ന് വേണ്ട, ഒന്നും വേണ്ട. ഗുളിക കഴിച്ചിട്ട് അയാൾ പോയാൽ മതി.
നമ്മളത് മേടിച്ചു കൊടുത്തെങ്കിൽ ഞാൻ കാശ് കൊടുത്തില്ല. കൊടുത്തില്ലേ ഏയ് അത് ഭാഗ്യം തരാന്നല്ല പറഞ്ഞുള്ളൂ. ഞാനും കൊടുത്തില്ല പൈസ. മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മേടിക്കാന്ന് പറഞ്ഞു. അതാ ഭാഗ്യം അത് രണ്ടുപേരും. ഇപ്പൊ മറ്റേ നിർത്താൻ വേണ്ടി